അഭിവന്യ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിവന്യ കുറിയാക്കോസ് മാർ ക്ലീമീസ് വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, മഹതി മഹാന്മാരെ, റവറൻ ജോജി ജേക്കബ് അച്ഛൻ ഓഗസ്റ്റ് മാസത്തിൽ എങ്ങനെയോ എൻ്റെ വീട്ടിൽ വന്ന് ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കണമെന്നും 2 വാക്ക് പറയണമെന്നും പറഞ്ഞു. എന്തായാലും ഇത്രയും ദൂരം സഞ്ചരിച്ച് വരാൻ ഞാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെടുത്ത ഒരടവായിരിക്കണം. അച്ഛൻ പറഞ്ഞു, ബർന്നബാസ് തിരുമേനിക്ക് നിർബന്ധമാണ് ഞാനും കൂടെ വരണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം ബർന്നബാസ് തിരുമേനിയോടുള്ള എൻ്റെ ആദരവും ബഹുമാനവും. അതിൽ ഞാൻ വീണു. കൂട്ടത്തിൽ എൻ്റെ ഭാര്യയും പറഞ്ഞു പോയേച്ച് വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് വരാമെന്ന് സമ്മതിച്ചു. ഞാൻ ഓർത്തില്ല, ഇന്നലെയും കൂടെ ഞാൻ ഓർത്തില്ല വരാൻ പറ്റുമെന്ന്. കാരണം ടി വിയിലൊക്കെ എഴുതി കാണിച്ചു. കനത്ത മഴ, പത്തനംതിട്ട താലൂക്കിലും കോട്ടയത്തിലുമൊക്കെ കനത്ത മഴയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് വലിയ പ്രയാസമായിരിക്കുമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് ഞാൻ വരുന്നിടം വരെ മഴ പെയ്തിട്ടില്ല, ഇവിടെ എത്തുന്നിടം വരെ. യൂഹാനോൻ മാർത്തമ്മ മെത്രാപ്പൊലീത്തയെ അനുസ്മരിക്കുമ്പോൾ ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കണ്ടത് കോട്ടയത്തെ വൈദിക സെമിനാരിയുടെ ചാപ്പലിൽ വച്ച് പനമ്പന്നയിൽ പി തോമസ് എന്ന ശമാശന് കശീശയായിട്ട് പട്ടം കൊടുക്കുന്ന ഒരു ശുശ്രൂഷ നടന്നു. അന്ന് എനിക്ക് 9 വയസ്സ് പ്രായമേ ഉള്ളൂ. ഞാനും എന്നോടൊപ്പം പ്രായമുള്ളവരും കൂടെ ആ ചാപ്പലിൽ പോയി. അന്ന് ഇപ്പോഴത്തെ പോലത്തെ ബെഞ്ചൊന്നും അവിടെ ഇല്ല, നിലത്തിരുന്നു. 2 മെത്രാച്ചന്മാർ അന്ന് മധുബഹായിലുണ്ടായിരുന്നു. ഒന്ന് അബ്രഹാം മാർത്തമ്മ തിരുമേനി, ശരീരാസ്വാസ്ഥ്യം കൊണ്ട് അദ്ദേഹം പുറകിൽ നിൽക്കുന്നതേ ഉള്ളൂ. പട്ടം കൊടുത്തത് മുഴുവനും യൂഹാനോൻ മാർ തിമോത്തിയോസ് തിരുമേനിയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കോട്ടയത്ത് നിന്നും വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് പോകുന്നതിൻ്റെ പൈലറ്റ് വണ്ടിയിൽ ഞാനായിരുന്നു ഇരുന്നത്. അന്ന് ഞാൻ കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന കാലമാണ്. ഞാൻ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ ഇപ്പോഴും ഓർക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. യുഗപ്രഭാവനായ യൂഹാനോൻ യുഗങ്ങളുടേതായി തീർന്നിരിക്കുന്നു. ഈ 2 കാലത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായതാണ് മാർത്തമ്മ സഭയ്ക്ക് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട പലതും ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം കബറടങ്ങിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ ബാബു പോൾ ഒരു കമൻ്റ് പറഞ്ഞു. ഈ കബറിൽ അദ്ദേഹം ഉൾപ്പെടുന്ന സഭയും കത്തോലിക്ക സഭയും എല്ലാം കൂടെ ചെയ്യുന്നത് പോലെ കബറിങ്കൽ നേർച്ചയിടുന്ന പതിവ് മാർത്തമാ സഭ സ്വീകരിക്കുകയാണെങ്കിൽ ഈ കബറിൽ വന്ന് വീഴുന്ന പണം കൊണ്ട് മാത്രം മതി മാർത്തമാ സഭയുടെ സകല ചെലവുകൾ നടത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു. ബാബു പോളിന് അദ്ദേഹത്തെ പറ്റി ഉണ്ടായിരുന്ന അതിശക്തമായ ഒരഭിപ്രായമാണ്. അത് പറയുമ്പോൾ ഞാൻ ഓർക്കാൻ കാരണമുള്ളത് ഇതിനിടയ്ക്ക് പല സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം 1962 ഓഗസ്റ്റ് മാസം 29-ാം തീയതി കോട്ടയത്തെ യെരുസലേം പള്ളിയിൽ വെച്ച് ഞാനും എൻ്റെ സഹധർമ്മിണിയും തമ്മിലുള്ള വിവാഹം യൂഹാനോൻ മാർത്തോമായുടെ പ്രധാന കാർമ്മികത്വത്തിലാണ് നടന്നതെന്നുള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് കല്യാണം നടത്താൻ അദ്ദേഹമാണ് നടത്തി തന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള ഞങ്ങളുടെ ബന്ധം
വളരെ വ്യക്തിപരമായ ബന്ധങ്ങളായിരുന്നു കൂടുതലും. ഏറ്റവും കൂടുതൽ ബന്ധം വരാനുള്ള കാരണം ദാനിയേൽ കേസ് ഉണ്ടായതാണ്. ദാനിയേൽ കേസ് തുടങ്ങുന്നതിന് മുമ്പ് അതിന് പ്രധാനപ്പെട്ട കാരണം ഉണ്ടായത് ദാനിയേൽ വളരെ ശക്തമായി എതിർത്തിരുന്ന ഒരു പുരോഹിതനായിരുന്നു പനപുന്നയിൽ പി തോമസ് കശീശ. അദ്ദേഹത്തെ മെത്രാനാക്കുന്നതിൽ ദാനിയേൽ ഭയങ്കരമായി ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അദ്ദേഹത്തെ മെത്രാനാക്കാതിരുന്നിരുന്നെങ്കിൽ സഭ രണ്ടാകില്ലായിരുന്നു എന്ന് വരെ പറഞ്ഞവരുണ്ട്. അന്ന് 3 പേരെ മാർത്തോമാ സഭയ്ക്ക് മെത്രാന്മാരായി തിരഞ്ഞെടുക്കണമെന്നുള്ള ആലോചനാ സഭയുടെ ഫലമായിട്ട് ആ 3 പേരിൽ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും, അതായത് മാർത്തോമാ സഭയുടെ ഭരണഘടന അനുസരിച്ച് വലിയ പ്രയാസമാണ് ഒരു അച്ഛനെ തിരഞ്ഞെടുക്കണമെങ്കിൽ വൈദികരുടെ ഇടയിൽ നിന്ന് തന്നെ 75%, അൽമായക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ 75% കിട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. ഭൂരിപക്ഷം കൊണ്ടൊന്നും തിരഞ്ഞെടുക്കപ്പെടുകയില്ല, 75 സെപ്പറേറ്റായിട്ട് കിട്ടണം. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് തിരുവല്ലായിൽ വെച്ച് നടക്കുന്ന കാലത്ത് എൻ്റെ അമ്മയുടെ സഹോദരൻ കോട്ടയത്തെ സെൻറ്റ് തോമസ് മാർത്തോമാ സഭയുടെ പ്രതിനിധിയായിട്ട് മണ്ഡലത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് പോകാമേ നേരത്തെ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞാൻ തിരുവല്ലായ്ക്ക് പോവുകയാണ്, നീയും കൂടെ വരുന്നു എന്ന് ചോദിച്ചു. അന്ന് അവധിയുള്ള സമയമായിരുന്നു, ഞാനും കൂടെ പോയി. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ദിവസം എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തിരുവല്ലായിൽ സെൻറ്റ് തോമസ് പള്ളിയിൽ വെച്ചൊരു കുർബാനയുണ്ട്. അത് നടത്തിയതും യൂഹാനോൻ തിരുമേനിയായിരുന്നു. അത് നടത്തുന്നതിൻ്റെ മധ്യത്തിൽ നടത്തിയ വചന ശുശ്രൂഷയ്ക്ക് അദ്ദേഹം തിരഞ്ഞെടുത്ത വാക്യം വേറെ ആരെങ്കിലും ഇന്നുവരെ അങ്ങനെ ഒരു വാക്യം തിരഞ്ഞെടുത്തോന്നറിയാമല്ലോ. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന്, രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു, ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. ഈ ഒരു എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നും ഒരു വാക്യം ഉദ്ധരിച്ചൊരു പ്രസംഗം നടത്താനായിട്ട് ആ പ്രസംഗം ഒരു വാക്ധോരണിയായിരുന്നു. ആ പ്രസംഗം തന്നെയാണ് ദാനിയേൽ വേറൊരു കേസിനകത്ത് ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം വോട്ട് പിടിക്കാൻ വേണ്ടി നടത്തിയൊരു പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പി തോമസ് കശീശായ്ക്ക് വൈദികരുടെ കൂട്ടത്തിൽ നിന്നും 75.6, അൽമായക്കാരുടെ കൂട്ടത്തിൽ നിന്നും 76% വോട്ട് കിട്ടി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പാണ് കെ എൻ ദാനിയേലിനെ യൂഹാനോൻ മാർത്തോമായ്ക്കെതിരായി ഒരു കേസ് കൊടുക്കാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന് പറയുന്നവരുണ്ട്. അത് സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകത്തിന് അദ്ദേഹം വായിച്ചു. അദ്ദേഹത്തോട് ഇത് തന്നെയാണ് അന്ന് അഡ്വക്കേറ്റ് കെ ടി തോമസ് ചോദിച്ചത്. അദ്ദേഹം പി തോമസ് കശീശായെ എതിർത്തില്ലായിരുന്നെങ്കിൽ ദാനിയേൽ കേസ് കൊടുക്കുമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായാലും ആ കേസ് നടന്നു. ആ കേസ് ബർന്നബാസ് തിരുമേനി പറഞ്ഞ പോലെ ഒരു ഭാഗ്യമായി മാറിയിരിക്കുന്നു. മാർത്തോമാ സഭയുടെ കുർബാന സംബന്ധിച്ചും വിശ്വാസ സത്യങ്ങൾ സംബന്ധിച്ചും ഒരു ജുഡീഷ്യൽ അപ്രൂവൽ, സ്ക്രൂട്ടിനിക്ക് ആ കേസ് ഇടയാക്കി. ആ കേസിൽ അദ്ദേഹം, ഞാനും വിചാരിച്ചിരുന്നത് മാർത്തോമാ സഭ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് എതിരാണെന്നാണ്. യൂഹാനോൻ തിരുമേനിയുടെ പത്രികയിൽ പറഞ്ഞത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വേദവിപരീതമാണെന്ന് മാർത്തോമാ സഭ വിശ്വസിക്കുന്നില്ല. പക്ഷെ പരസ്യമായ ആരാധനകൾ അത് ഒഴിവാക്കേണ്ടതിന് പ്രോട്ടസ്റ്റൻ്റ് മാർട്ടിൻ ലൂതറുടെ കാലത്തുണ്ടായ ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് പറയുകയായിരുന്നു. അതുപോലെ തന്നെ കുർബാനയിലെ അപ്പവീഞ്ഞുകൾ സംബന്ധിച്ചിടത്തോളമെല്ലാം ഈ കേസിനകത്ത് ഉൾപ്പെട്ടു എന്ന് പറയുന്നത്, ഞാൻ അത് നേരിട്ട് കേൾക്കാനിട വന്നത് അന്ന് ഞാൻ ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് മദ്രാസിൽ. അവധിക്കാലത്ത് ഞാൻ കോട്ടയത്ത് വന്നപ്പോൾ അന്ന് യൂഹാനോൻ മാർത്തോമായ വൈദിക സെമിനാരിയിൽ വെച്ചാണ് വിസ്തരിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് കേൾക്കാനായിട്ട് ഞാൻ ചെന്നു. ദീർഘമായ വിസ്താരമായിരുന്നു. അനന്തപത്മനാഭയ്യർ കെ എൻ ദാനിയേലിന് വേണ്ടിയും
കൊട്ടാരത്തിൽ അഡ്വക്കേറ്റ് കെ ടി തോമസ് മാർത്തോമ തിരുമേനിക്ക് വേണ്ടിയും അവിടെ ആണ് ആ കേസ് വിസ്താരം നടത്തുമ്പോഴുണ്ടായിരുന്നത്. ആ വിസ്താരങ്ങളെല്ലാം കഴിഞ്ഞ് ദാനിയേലിൻ്റെ അനന്തപത്മനാഭ അയ്യർ സീനിയർ അഡ്വക്കേറ്റ് തൻ്റെ ജൂനിയറിനോട് പറഞ്ഞതായി ആ ജൂനിയർ എന്നോട് പറഞ്ഞത്, ഞാൻ ഒരുപാട് ബിഷപ്പന്മാരെ വിസ്തരിച്ചിട്ടുണ്ട്, പല കേസുകളും അവരുടെ ഇടയിൽ ഒത്തിരി കേസുകളുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇത്രയും സത്യസന്ധനായ ഒരു തിരുമേനിയെ ഞാൻ ഇതുവരെ ക്രോസ് ചെയ്യാൻ എനിക്കിട വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതര സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ഒരു വലിയ സർട്ടിഫിക്കറ്റായിരുന്നു തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം. മാർത്തോമാ സഭയുടെ സുവർണ കാലഘട്ടമായിരുന്നു യൂഹാനോൻ തിരുമേനി മെത്രാപ്പൊലീത്തായ കാലം തൊട്ട് എൻ്റെ അവസാനം വരെ. അതിൻ്റെ ഇടയ്ക്ക് വലിയ വലിയ നേട്ടങ്ങളെല്ലാം സഭയ്ക്കും സഭയുടെ പല ഇടവകകൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും സഭ ആഗോളമായി വളർന്നു. എല്ലായിടത്തും ഇടവകകളായി. തിരുമേനി സഭയ്ക്ക് ഇതരനാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ദാനിയേൽ കൊടുത്ത കേസ് ഒടുവിലുണ്ടായതെങ്ങനെയാണെന്നറിയാമോ? ഇതിരനല്ലെന്ന് മാത്രമല്ല, അഖില ലോക സഭാ കൗൺസിലിൻ്റെ അധ്യക്ഷനായി യൂഹാനോൻ തിരുമേനിയെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അന്ന് ആ ട്രൈനിയൽ മീറ്റിംഗ് 1962 തോന്നുന്നു, അതോ 60 തോന്നുന്നു. അത് ഡൽഹിയിൽ വെച്ച് നടത്താനായിട്ട് തിരുമേനിയുടെ അധ്യക്ഷനായതുകൊണ്ട് ഡൽഹിയിൽ വെച്ച് നടത്താനായിട്ടുള്ളത് തീരുമാനമെടുത്തു. അതിൽ സംബന്ധിക്കാനായിട്ട് വന്ന ആളുകളിൽ പ്രധാനമായിട്ടും അന്നത്തെ അന്ത്യോക്യ പാത്രികീസും കാൻറ്റർബറി ആർച്ച് ബിഷപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യാദൃശ്ചികമായി അന്ന് ഡൽഹിയിൽ പോയതാണ്. അവിടെ ചെന്നപ്പം അന്നേരമാണ് അറിഞ്ഞത് ഇന്നാണ് പ്ലീനറി സെഷൻ. ഞാൻ ആ പ്ലീനറി സെഷൻ കേൾക്കാനായിട്ട് വിജ്ഞാൻ ഭവനിലെ ഓഡിറ്റോറിയത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്നെ വളരെ സന്തോഷിപ്പിച്ചത് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ അധ്യക്ഷ പദവിയിലിരിക്കുന്ന യൂഹാനോൻ മാർത്തോമായെ ഞാൻ കണ്ടു. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ അധ്യക്ഷ പദത്തിൽ അദ്ദേഹം ഇരിക്കുന്നതും നടത്തുന്നത് ഞാൻ കണ്ടു. സഭയ്ക്ക് ഇതരനായി പ്രഖ്യാപിക്കണമെന്ന് ദാനിയേൽ പറഞ്ഞതിനെ ദൈവം കൊണ്ട് എത്തിച്ചത് അവിടം വരെയാണ്. ലോക കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ട് വരെ അദ്ദേഹത്തെ കൊണ്ടാക്കി. ഇതൊരു സാധാരണ നിമിത്തമൊന്നുമല്ല. ഈ സഭ രണ്ടായി മാറി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് വല്ല ഖേദമുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് കുറച്ചുകൂടെ മാർത്തോമാ സഭയ്ക്ക് കുതിച്ചുയരാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇന്ന് മാർത്തോമാ സഭയ്ക്ക് ഇടവകകളില്ലാത്ത ഒരു സ്ഥലം ഭൂമിയിൽ എവിടെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. മരുഭൂമികളിലൊക്കെ കാണുമായിരിക്കും. എല്ലായിടത്തും ആഗോള വ്യാപകമായി ഡയസ്പോറ എന്നതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം മാർത്തോമാ സഭ അത്രയും വലുതായി. യൂഹാനോൻ തിരുമേനിയെ അനുസ്മരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത് അദ്ദേഹത്തെയാണ്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ ഇത് എപ്പാർട്ട് ഫ്രം ഓൾ ദീസ് തിങ്സ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം, ലളിതമായ ജീവിതം, ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമം, ഇതെല്ലാം എനിക്കറിയാവുന്നതാണ്. അദ്ദേഹം ഒന്നുകൊണ്ടും ഭയപ്പെടാതെ കൊടുമുടി പോലെ ആ കാലഘട്ടത്തിൽ, സംഘർഷഭരിതമായ കാലഘട്ടത്തിൽ ആർക്കും ഒരു തരത്തിലുള്ളതും പിടികൊടുക്കാതെ അദ്ദേഹം ഉയർന്ന നിലയിൽ തന്നെ നിന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കാൻ അദ്ദേഹത്തിന് ജന്മം കൊടുത്ത ഇടവക സെഹിയോൻ മാർത്തോമാ പള്ളി അല്ലേ, സെഹിയോൻ മാർത്തോമാ പള്ളി തീരുമാനിച്ചത് വളരെ നന്നായിരിക്കുന്നു. അതിൽ എനിക്ക് വളരെ കൃതജ്ഞത അവരോടുണ്ട്. കാരണം ഞാൻ ആ പള്ളിയിൽ ഒരിക്കൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലേ, ഒരിക്കൽ വന്നിരുന്നു. അവിടെ ആയിരിക്കും മീറ്റിംഗ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് ഏതായാലും
എന്നെ ക്ഷണിച്ചതിനും എനിക്കിവിടെ വരാൻ സാധിച്ചതിനും വരുമെന്ന് പ്രതീക്ഷിക്കാതെ പോലും വരാൻ സാധിച്ചതിനും ഇതിനെല്ലാം ഇടയാക്കിയ ദൈവത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.